ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായാണ് വന്നത്. അപ്പോൾ ഇത് മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ട ചോറ് പൊതിയുകയാണ്. പിന്നെ ഇതാ ഞങ്ങളുടെ ചായക്കടിയാണിത്, പത്തിരി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ് മതി, ഇത് എനിക്ക് മാത്രമുള്ളൊരു കട്ടൻ ചായയാണ്. അപ്പോൾ ഞാനിത് ചായപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ 2 ഏലക്ക പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മധുരം അങ്ങനെ ചേർക്കാറില്ല. മധുരത്തിന് ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് ഷീറ്റാണ് കേട്ടോ. ഷീറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ലിക്വിഡ് രൂപത്തിലും ഗുളിക ആയിട്ടൊക്കെ നമുക്കിത് വിപണിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ പത്തിരിക്ക് വേണ്ടി അരിപ്പൊടി വെക്കുകയാണ്. ഇത് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ഇത് ഞാൻ 2 അരിയും കൂടി പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് അധികം ഒരു കൈ കുത്തിയാൽ നമുക്കൊരു പൊള്ളുന്ന രൂപത്തിലേക്ക് തിളച്ച വെള്ളത്തിൽ കുഴക്കണ്ട. ചില അരിപ്പൊടിയൊക്കെ നമുക്ക് പച്ച വെള്ളത്തിലും കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ പെറുക്കി വെച്ച് ഇട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു മജ്ബൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ പത്തിരി കുട്ടന്മാരോട് ഇങ്ങനെ നല്ലോണം വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂവി കൊടുക്കാം. എണ്ണയിൽ കിടന്നങ്ങനെ വേവട്ടെ. ഇപ്പോൾ ഇതാ ചിക്കനും ഇവിടെ എണ്ണയിൽ കിടന്നിങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഇതാ ഈ പത്തിരി നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അടിയിൽ പിടിക്കാതിരിക്കുക. സ്റ്റീൽ കുക്കറായതുകൊണ്ട് അടിയിൽ പിടിക്കുമോ എന്നൊരു ഡൗട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും നല്ലൊരു ടേസ്റ്റ് അല്ലേ കറിവേപ്പിലയുടെ മണമൊക്കെ ഈ ചിക്കൻ്റെ അകത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഇതാ ഈ പത്തിരിയുടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഈ സ്പൂണിൻ്റെ വക്ക് വെച്ചിട്ട് ഇതിങ്ങനെ വക്കൊന്നിങ്ങനെ ഉരുട്ടി കൊടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും. അടിപൊളിയായിരിക്കും. ഇവിടെ ചെറിയ ടയർ പത്തിരി പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിതിങ്ങനെയാണ് ഇത് പരത്തി കൊടുക്കൽ കേട്ടോ. അത് പാനിലേക്ക് വെച്ചിട്ട് ഇത് കൈ കൊള്ളുന്നതിന് ഞാൻ വിരലിങ്ങനെ വിരൽ പാനെ തട്ടണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് അതിൽ വെച്ച് അതിൻ്റെ മേലെ വേറൊരു കവർ വെച്ച് ഒരു പ്ലേറ്റ് കൊണ്ട് അമർത്തി അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ചിക്കനൊക്കെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി 2 വലിയ ഉള്ളി അരിഞ്ഞ് കുക്കറിലേക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ചുകൂടി ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയിലേക്കാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തത്. അത് പോരായിട്ട് കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ അത് 2 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും നന്നായി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഞാനിത് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ പത്തിരിക്ക് കറി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ പെട്ടെന്ന് എളുപ്പപ്പണിയെടുത്തതാണ്. അപ്പോൾ ഇതാ ഞാൻ കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. 2 ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനിത് ഇതിൻ്റെ അടുപ്പിട്ട് വെച്ച് നമുക്കിത് 2 വിസിൽ വന്നതിന് ശേഷം ഞാനിതെടുത്ത് അപ്പോൾ ഇല വാട്ടിയെടുക്കുന്നുണ്ട്. ഇത് മോൾക്കുള്ള ഭക്ഷണം എടുത്ത് അപ്പോൾ ഇതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ഇത് തുറന്ന് നോക്കുക. അടിപൊളി ഒരു മജ്ബൂസാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ സാധാ റേഷൻ പച്ചരിയില്ല, അതുകൊണ്ടാണ്. മസാലയൊക്കെ ഇട്ടുകൊണ്ട് നല്ല മണമുണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ച എണ്ണയിലാണ് ഇതൊക്കെ വഴറ്റിയെടുത്തത്. അപ്പോൾ ഇതാ ഞാനിത് മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാനിത് പൊതി കെട്ടുന്നുണ്ട്. ചിക്കൻ പീസൊക്കെ ഞാൻ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് ഇതാ കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ട് വീണ്ടും ചിക്കൻ ഇട്ട് കുറച്ച് അച്ചാറും കൂടി വെച്ച് കൊടുത്തിട്ട്
ഇതാ ഞാനിവിടെ ചോറ് പൊതിഞ്ഞ് ഇത് അച്ചാറും കൂടി ഇട്ട് ചോറ് പൊതിയട്ടെ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മോള് ചായ കുടിക്കുന്നുണ്ട്. പത്തിരിയും മസാലയും ആണിന്ന് കറിക്ക്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കറിയുമായിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ അതാ ഞാൻ പോയി ഇനി ഞാൻ ചായ കുടിക്കട്ടെ. ഞാൻ ചായ കുടിച്ച് ശേഷം ഇതാ ഞാൻ അടിച്ച് വാരാൻ ചൂലെടുത്ത് വന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഒന്ന് മുട്ടി വിരിച്ച് കിടക്കയോ ഇതൊക്കെ ഒന്ന് നല്ലപോലെ ആക്കി. പിന്നെ ഇതാ രാവിലെ എണീച്ച് വരുമ്പോൾ അതിനൊന്നും നേരം ഉണ്ടാവില്ല. പിന്നെ മുറ്റടിക്കാൻ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടില്ല. അതാ ഞാൻ അടിച്ച് വാരട്ടെ. അടിച്ച് വാരിയതിന് ശേഷം എനിക്ക് തുടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ അടിച്ച് വാരി. ഞാനിതാ നല്ല പോലെ മുടി ഉണ്ടാവും കേട്ടോ റൂമിലൊക്കെ അടിച്ച് വാരുമ്പോൾ. ഞാനിത് അപ്പുറത്തെ റൂമിലും പോയി എവിടെയും വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെ റൂമിൽ വിരിച്ചിടുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഇപ്പുറത്തെ റൂമിൽ വന്നപ്പോൾ കുറേ മടക്കി ഇടാണ്ട്. ഇതാ ജനലൊക്കെ തുറന്നിട്ടപ്പോൾ ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ മടക്കി എടുക്കട്ടെ.